ഗത്യന്തരമില്ലാതെ സർക്കാർ പുറത്തിറക്കിയ ഒരു ഉത്തരവിനെ കുറിച്ചാണ്. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ സജി ചെറിയാനെതിരായ അന്വേഷണം വൈകിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം പാളി. ഇന്നലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കോടതിയെ ലക്ഷ്യമായേക്കുമെന്ന ആശങ്കയാൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയെ സമീപിക്കാൻ അവസരമൊരുക്കാനായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുന്നു എന്ന വാർത്തകൾ വരുന്നതിന് പിന്നാലെ തന്നെ ഇതിന് പിന്നിലുള്ള ഒരു നീക്കം, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സജി ചെറിയാൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു വഴി ഒരുക്കുകയാണോ ഇതിലൂടെ സർക്കാർ ചെയ്യുന്നത്? ദേവിക, ഈ മാസം 21-നാണ് ഈ ഒരു ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ സജി ചെറിയാനെതിരെ തുടരന്വേഷണം വേണമെന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിനുശേഷം ഒരാഴ്ച പിന്നിടുമ്പോൾ മാത്രമാണ് ഈ തുടർ നടപടികളിലേക്ക് സർക്കാർ കടന്നത്. സത്യസന്ധനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ കേസ് ഏൽപ്പിക്കണമെന്നുള്ള പരാമർശം കൂടി അന്ന് ഈ ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. മന്ത്രി ആയതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ആ ഒരു വിഷയത്തിൽ അത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നടന്ന തുടർ നടപടികളിൽ ഒരു വൈകിപ്പിക്കലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഏത് വിധേനയും സജി ചെറിയാനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു ശ്രമമായിരുന്നു സർക്കാർ നടത്തിയത്. പിന്നീട് മാധ്യമങ്ങൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നത്. എന്തായാലും സജി ചെറിയാന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. അതായത് നേരത്തെയുള്ള ഹർജിയിൽ സജി ചെറിയാൻ കക്ഷിയല്ലായിരുന്നു. സ്വാഭാവികമായിട്ടും തുടരന്വേഷണത്തിന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ട ഒരു സാഹചര്യത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ വിഷയം ചോദ്യം ചെയ്യാനായിട്ട് സജി ചെറിയാന് നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം സജി ചെറിയാനുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ അല്ലെങ്കിൽ അടുത്ത വൃത്തങ്ങൾ ഈ അപ്പീൽ പോകുന്ന കാര്യം പറയുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനൊരു അവസരം ഒരുക്കുകയായിരുന്നു ഇത്തരത്തിൽ ഒരാഴ്ച ഈ തുടർ നടപടികൾ വൈകിപ്പിച്ചത് മൂലം സർക്കാർ ചെയ്തത്. ഏത് വിധത്തിലും സജി ചെറിയാനെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും ഈ കേസിൽ തന്നെ ഈ കുറ്റാരോപിതൻ മന്ത്രി ആയതുകൊണ്ട് സത്യസന്ധനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് ഏറ്റെടുക്കാത്ത പക്ഷം ഒരു അട്ടിമറി സാധ്യത ഹൈക്കോടതി പോലും കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് സംസ്ഥാന ഏജൻസിയായിട്ടുള്ള ക്രൈംബ്രാഞ്ച് തന്നെയാണ് ഈ അന്വേഷണം നടത്തുക. മന്ത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ മന്ത്രി രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള തുടർ നടപടികളിലും ഒരു ആശങ്ക നിഴലിക്കുന്നുണ്ട്. ദേവിക, തീർച്ചയായും ഏതായാലും ഇത് സജി ചെറിയാന് കോടതിയെ സമീപിക്കാൻ അവസരം ഒരുക്കാൻ ആയിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടത്. ഈ രശ്മിയിലേക്ക് കൂടി ഈ വിഷയത്തെ നമുക്ക് പോകേണ്ടതുണ്ട്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്.